ഇപ്പോൾ നമ്മൾ പോകുന്നത് മസനഗുഡിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ടിലെ മനോഹര ദൃശ്യങ്ങൾ, അതായത് സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മസനഗുഡിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു നല്ല വനമാണ്. ഈ വനത്തിനകത്ത് ഒരുപാട് മൃഗങ്ങളെ കാണാം. കാട്ടുപോത്ത്, മാൻ, മയിൽ, അങ്ങനെ ഒരുപാട് ആന, അങ്ങനെയുള്ള മൃഗങ്ങളെ കാണാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ കാണുക. ഗുണ്ടൽപേട് വരെയുള്ള വനത്തിലൂടെയുള്ള യാത്ര നല്ല രസമാണ്. ഇവിടെ ഈ വനം എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററോളം വനമാണ്. ഈ വനത്തിലൂടെയുള്ള യാത്രയിൽ നമുക്കൊരു വനത്തിലൂടെ ഒരു ഫീൽ കിട്ടാൻ ഈ മൃഗങ്ങളെല്ലാം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണുന്നത് വലിയൊരു നല്ല കാഴ്ചയാണ്. കാരണം സൂയിലൊക്കെ പോകുമ്പോൾ ഇതിനെ കൂട്ടിൽ അകപ്പെട്ട രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അത് നാച്ചുറലായിട്ട് വളരുന്ന രീതി കാണുന്ന അതിമനോഹരമാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് അത് കാണാം. മുതുമല വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അതിൽ ആ ഒരു ബോർഡിൻ്റെ ബാക്കിലായിട്ടുള്ളത് കാട്ടുപോത്താണ്. ഈ കാട്ടുപോത്തിൻ്റെ ദൂരെ നിന്ന് നമ്മൾ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച ആനയാണെന്ന് പറഞ്ഞാണ് വന്നപ്പോഴാണ് വലിയ ശരീരമായിട്ടൊരു കാട്ടുപോത്ത്. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒരു ആനയാണെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ ഇത് വന്നപ്പോൾ കാട്ടുപോത്താണോ, അസാധ്യ വലുപ്പമുള്ള, ഭയങ്കര വലുതാണ്. നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ആനയാണ്. നമ്മൾ ദൂരെ നിന്ന് കണ്ടു ആന കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ്. മഴ ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ലെൻസിലോട്ട് വെള്ളം വീഴുന്നുണ്ട്, ക്ലിയർ കുറവ് വരുന്നുണ്ട്. ഇതാണ്ട് ആനയാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് മാനയാണ്. ഇത് ഗുണ്ടൽപേട്ട് റൂട്ടാണ്, അതായത് മസനഗുഡി ടു ഗുണ്ടൽപേട്ട് റൂട്ടാണ്. അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് മാന് കൂട്ടമായിട്ട് മാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനോഹരമായ ഒരു കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ മയിലും മാനും കാട്ടുപോത്തും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ആനയും ഇത് മുതുമല റോഡാണ്. ഈ റോഡിൻ്റെ ഒരു എപ്പോഴുമുള്ളൊരു കാഴ്ചയാണ് മയിലും മാനും കൂട്ടമായിട്ട് നിൽക്കുന്നത്. മയിലും ഒറ്റയ്ക്കായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, പക്ഷെ കൂട്ടമായിട്ടാണ് മാൻ കണ്ടുവരുന്നത്. ഹായ് ബ്രോ.
ഇന്നു വേണം ഇന്നു. നിങ്ങൾ ആ ദൂരെയായിട്ട് കാണുന്ന ആനയാണ്. നിങ്ങൾ ദൂരെയായിട്ട് കാണുന്ന ആനയാണ്. നമ്മൾ മായാറിലോട്ട് പോകുന്ന വഴിക്കുള്ളതാണ് ഈ കാണുന്ന ഫോറസ്റ്റിനകത്ത് നിൽക്കുന്ന മ്ലാവാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് ദൂരത്തിലാണ്, നമ്മൾ സൂം ചെയ്താണ് അത് എടുത്തിരിക്കുന്നത്.